നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്പിൽ പറയുന്നത്, ചില സമയത്തൊക്കെ നമുക്ക് വിലക്കുറവിൽ ഒരുപാട് തക്കാളി കിട്ടാറുണ്ടല്ലേ. അപ്പോൾ തക്കാളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേട് വന്ന് പോകും. അപ്പോൾ തക്കാളി പെട്ടെന്ന് കേട് വന്ന് പോവാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. അതിലുള്ള വെള്ളം നനവ്, അതായത് ഈർപ്പൊക്കെ നല്ല പോലെ തുടച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലൊരു ന്യൂസ് പേപ്പറിൻ്റെ ചെറിയ പീസ് എടുത്തിട്ട് അതിൽ നല്ല പോലെ പൊതിഞ്ഞെടുക്കുക. തക്കാളിയിൽ നെട്ടി ഉണ്ടെങ്കിൽ അത് കളയരുത് കേട്ടോ. നെട്ടി അതിൽ എത്രത്തോളം ഉണ്ട് അത്രയും കാലം അത് കേട് കൂടാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെട്ടി കളയരുത്. ചിലരൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് അതിനെ നെട്ടിയൊക്കെ കളഞ്ഞെടുക്കും. അപ്പോൾ നെട്ടി കളയാതെ വെക്കുമ്പോഴാണ് കൂടുതൽ കാലം തക്കാളി ഇരിക്കുക കേട്ടോ. ഇതിന് മുമ്പ് തക്കാളി കേടുകൂടാതെ വെക്കാനുള്ള ഒരുപാട് ടിപ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു ടിപ്പ്. പിന്നെ നമ്മൾ സോസൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തക്കാളി തന്നെ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നെടുത്തിട്ട് ഓരോ ന്യൂസ് പേപ്പറിലായിട്ട് പൊതിഞ്ഞ് വെക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതിൽ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ അധികം തണുപ്പൊന്നും ഇല്ലാത്ത താഴ്ഭാഗത്ത് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തക്കാളി ഒരുപാട് നാൾ കേടുകൂടാതെ വെക്കാൻ പറ്റും. നമ്മൾ വേറെയും ടിപ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ്. നെട്ടിയുടെ ഭാഗത്ത് മെഴുക് അങ്ങനെ ചൂടാക്കി ഒഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്താലും തക്കാളി കേടുകൂടാതെ ഇരിക്കും. അതൊക്കെ മുമ്പത്തെ വീഡിയോയിലുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയുടെ നേരെ ഓപ്പോസിറ്റാണ് പച്ചമുളക്. പച്ചമുളക് നെട്ടി ഇരുന്നാലാണ് കേട്ടോ പെട്ടെന്ന് കേടുവരിക. അപ്പോൾ പച്ചമുളക് സൂക്ഷിക്കാനാണെങ്കിൽ നമ്മൾ അതിനെ നെട്ടി മുഴുവനായിട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തോളം കേടുകൂടാതെ പച്ചമുളക് ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേട് വന്ന് പോകുമല്ലോ, ചീഞ്ഞ് പോകുന്നൊരു വെജിറ്റബിൾ ആണല്ലോ പച്ചമുളക്. അപ്പോൾ അടുത്തതായിട്ട് ഇഞ്ചി എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. നമ്മൾ വേറെ വീഡിയോയിൽ വേറെ മെത്തേഡൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് വേറൊരു മെത്തേഡാണ്. ഇഞ്ചി ഇതാ 2-3 പീസ് ഇതുപോലെ എടുത്തിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുക കേട്ടോ. ഇഞ്ചി പെട്ടെന്ന് ചീഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ മുള വന്ന് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് കിട്ടുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് കേടുവന്ന് പോകുന്ന ഒരു വെജിറ്റബിളൊന്നല്ല ഇഞ്ചി. എന്നാലും ഒരുപാട് നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ മണ്ണിലൊക്കെ കുഴിച്ചിട്ടാലും കേടുകൂടാതെ ഇഞ്ചി ഇരുന്നോളും. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും ഒന്നും കൂടെ നല്ലത് ഇതാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പോവാതെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഒരുപാട് പേരുടെ പരാതിയാണ് കറിവേപ്പിൻ്റെ തൈ വീട്ടിൽ എത്ര നട്ട് പിടിപ്പിച്ചാലും അത് സമൃദ്ധിയായിട്ട് വളരുന്നില്ല, പെട്ടെന്ന് തന്നെ പോവുകയാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ അത് കറിവേപ്പിൻ്റെ തൈ നല്ല സമൃദ്ധിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഈ ഒരു വളം നിങ്ങൾ ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മളെപ്പോഴും വീട്ടിൽ ചോറ് വെക്കാറുണ്ടല്ലോ, ആ കഞ്ഞിവെള്ളം നമ്മൾ അങ്ങോട്ട് കളയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ കഞ്ഞിവെള്ളം ചൂടോടെ തന്നെ എടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിലേക്ക് 2 വലിയ സ്പൂൺ ചായപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ചായപ്പൊടി എടുക്കുമ്പോൾ അധികം ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ചായപ്പൊടി എടുത്താൽ മതി. ചായ കുടിക്കാനാണെങ്കിൽ ചിലർക്ക് ഈ ഒരു ബ്രാൻഡ് തന്നെ വേണമെന്നൊക്കെ ഉണ്ടാവും, അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട്. ഇത് നമ്മൾ ടേസ്റ്റ് ഒന്നും നോക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി കുറഞ്ഞ ചായപ്പൊടി എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ തിളപ്പിച്ച് തണുത്തതിന് ശേഷം പിറ്റേ ദിവസം അതൊന്ന് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ കറിവേപ്പിൻ്റെ താഴെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആഴ്ചയിൽ 2 തവണ, സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ആഴ്ചയിൽ 2 തവണയെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിൻ്റെ തൈ നല്ല സമൃദ്ധിയായിട്ട് വളരും കേട്ടോ. ഒരു തവണ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മാസം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ കറിവേപ്പ് ഉണ്ടായി വരുന്ന സമയത്ത് തന്നെ അതിന് ഇല നുള്ളരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാവില്ല. ഒരു വർഷം നമ്മൾ ഇല നുള്ളാതെ വെക്കണം, എന്നാലേ നല്ല രീതിയിൽ കറിവേപ്പില തഴച്ചു വളരുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, നമ്മുടെ കയ്യിലൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പേന ഉപയോഗിക്കുമ്പോൾ മഷിയൊക്കെ തട്ടാറുണ്ടല്ലോ. നമ്മൾ പുറത്ത് പോകുമ്പോൾ അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരഞ്ഞത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഒരു മടിയായിരിക്കും. അപ്പോൾ അത് നമ്മൾ എത്ര സോപ്പ് ഉപയോഗിച്ച് കഴുകിയാലൊക്കെ കയ്യിൽ വേദന എടുക്കുക എന്നല്ലാതെ അധികം അങ്ങോട്ട് പോവില്ല. അപ്പോൾ അത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രേ എടുത്തിട്ട് ആ ഒരു മഷിയുള്ള ഭാഗത്തേക്ക് ആക്കുക. എന്നിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും. ഇനി നമ്മൾ മുഴുവനായിട്ടുള്ളൊരു തേങ്ങ കുക്കറിലിട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തും. അപ്പോൾ ഞാനിതാ ഒരു വലിയ തേങ്ങ എടുത്തിട്ട് പ്രഷർ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിലായിട്ടല്ല,
താഴെ ഒന്ന് അത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒക്കെ കൂടെ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 2 വിസിലടുപ്പിച്ചെടുക്കാം. അതിനുശേഷം ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്നിട്ട് നമ്മളിതായി തേങ്ങ എടുക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ താഴെയുള്ള ഒരു വെള്ളമല്ലേ, ഇത് നല്ലൊരു ചെടികൾക്കൊക്കെ നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വെള്ളമാണ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ നല്ലപോലെ തണുത്തോളും. ഇതുപോലുള്ള മണി പ്ലാന്റ്സിനാണെങ്കിലും എല്ലാ ചെടികൾക്കും, ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ റോസിനും കറിവേപ്പിനും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇലകളൊക്കെ നല്ല തെളിച്ചത്തോടെ നിൽക്കും. വേരിലും ഒക്കെ നമുക്ക് മണ്ണിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് വെറുതെ കളയണ്ട. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം കൂടെ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഞാനിപ്പോൾ അത് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചൂട് കുറച്ചൊക്കെ പോയ സമയത്ത് ഞാനിതാ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിനുള്ളിലുള്ള തേങ്ങാ വെള്ളമൊക്കെ ചെറിയ ചൂടോടെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഇത് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണല്ലോ, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ അതാ നമ്മൾ പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു മുറിയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ടിപ്പ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തേങ്ങ വേവിച്ചിട്ട്, അതായത് കുക്കറിലിട്ട് വിസിലടിപ്പിച്ച് നല്ല പോലെ അത് ചൂടാക്കി എടുത്തല്ലോ. അതിനുശേഷം ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്തിട്ട് അതിനുള്ളിലുള്ള കാമ്പ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കാമ്പ് എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മൾ മിക്സിയിലിട്ട് കറക്കി തേങ്ങ ചിരവി എടുക്കാനുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ കറണ്ടൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തേങ്ങ ചിരവി എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് കുറച്ച് തേങ്ങ വേണം, എന്നാൽ കറണ്ട് ഇല്ല, നമ്മളാണെങ്കിൽ തേങ്ങ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ചിരവി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഒരു തേങ്ങ മുഴുവനായിട്ട് ഇട്ടിട്ടാണല്ലോ അത് വിസിലടിപ്പിച്ചെടുത്തത്. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് തേങ്ങ മുറികളാക്കിയിട്ടും എടുക്കാം കേട്ടോ. നമ്മൾ ചിരവാനൊക്കെ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിക്കൂലേ, അങ്ങനെ ഇപ്പോൾ ചെറിയ തേങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം അങ്ങനെ വെച്ചിട്ട് വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തേങ്ങ ചിരവുക എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണല്ലേ. അപ്പോൾ എന്നിട്ട് നമ്മൾ തേങ്ങ ഒന്ന് വിസിലടിപ്പിച്ച് ഒന്ന് ചൂടുന്നെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ തേങ്ങയൊക്കെ നമുക്ക് ചിരവി കിട്ടും കേട്ടോ. ഒരുപാട് തേങ്ങയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊന്നുകൂടെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുക. കാരണം ഓരോന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിരവി എടുക്കുകയാണ് നല്ലതെന്ന് തോന്നും. പക്ഷെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുന്ന സമയത്ത് തേങ്ങ ചിരവാനൊക്കെ മടിയുള്ള സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ദിവസത്തേക്കൊക്കെ ചെയ്ത് വെക്കാൻ ഇങ്ങനെ ആയിരിക്കും കേട്ടോ നല്ലത്. കാരണം ഒരുപാട് തേങ്ങ ഒറ്റയടിക്ക് നമുക്ക് മിക്സിയിൽ ഒന്നങ്ങോട്ട് കറക്കിയെടുത്താൽ ചിരവി കിട്ടും. ഇത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. അതായത് വറുത്തിട്ട് വേണമെങ്കിൽ കറികളിലേക്ക് ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാം, ചമ്മന്തിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിങ്ങനെ തന്നെ നമുക്ക് ഫ്രീസറിൽ കവറിലാക്കിയിട്ട് വെക്കാം. ഒരുപാട് നാൾ കേടുകൂടാതെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുമിച്ചൊക്കെ കുറച്ച് ദിവസത്തേക്കുള്ള തേങ്ങ ചിരവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടികൾക്കൊക്കെ ഒരുപാടുണ്ടാകുമ്പോൾ ചെയ്യാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അറിയാത്തവർ. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്